വാനെത്തും നേരം കൊടുമയിൽ ചൂടാനൊരു കുടമുള്ള മലർമാല കോർത്തു വെച്ചു. അയൽ വാനെത്തും നേരം. മൊയ്തോ, എന്താ ഈ പാതിരാത്രിയില്? പെരുത്ത് നാളായി നമ്മുടെ ഗൾബിന്റെ അകത്ത് ഒരു ആഗ്രഹം. എന്ത്? അല്ല, ദമയന്തിന്റെ കൂടെ ഒച്ച വെച്ച് ആളെ കൂട്ടി ഹലാക്കാക്കി നമ്മുടെ മാനം കളയരുത്. മോനെ പോകണ്ടെങ്കിൽ ഇവിടെ അല്ലാതെ പിന്നെ മീന്റെ കാര്യം വന്ന നീന്റെ കാശ് പൗരക്കാടം മീൻ കച്ചവടം നിന്റെ സൂക്കറിക്ക് മനസ്സിലായി. മേലാലി വഴിക്ക് കണ്ട നിന്റെ കാലിയെ തല്ലി പോടാ പോടാ ഇവിടുന്ന്. കൊടുക്കാറില്ലേ ചേട്ടാ? നിന്റെ സ്വഭാവം ഈ നാട് മൊത്തം അറിയാവുന്നോണ്ടാണല്ലോ പലരും ഇങ്ങനെ ഇങ്ങനെ ചുറ്റി കറങ്ങുന്നത്. ഞാൻ അങ്ങനത്തെ തോന്നുന്നുണ്ടോ കണാരേട്ടന്? എനിക്ക് അങ്ങനെ വലിയ വിശ്വാസക്കുറവൊന്നും ഇല്ല. അല്ല, അതുകൊണ്ടാണല്ലോ ഞാൻ വന്നത്. കണാരേട്ടൻ ഇന്നിനി പോവണ്ട. പോകാനല്ലല്ലോ ഞാൻ വന്നത്. തോട്ടുകടലിലേക്ക് സ്വാഗതം. ആകെ മനുഷ്യന്റെ പറക്കാൻ പൊട്ടിക്കണേ. ഞാൻ ഫയൽവാൻ. അപ്പൊ അതോ അതെന്റെ അസിസ്റ്റന്റ്. എന്താ ആ മാലൂരി വിടറാ അങ്ങാട് കൊണ്ടു അസിസ്റ്റന്റ്. ഇതെന്താണ് ഇട്ടാലോ എടുത്താലോ അതാടാ ഫയൽവാന്മാരുടെ ഒരു രീതി. നീ അങ്ങോട്ട് ഇട്. പടക്കം അതൊക്കെ പൊട്ടിച്ച് തീർന്നു. ആരാ? ഞാൻ ദമയന്തി. ഫയൽമാൻ ചേട്ടന്റെ പേരെന്താ? ഒളിമ്പ്യൻ ഭൂതം അപ്പച്ചൻ. ഒളിമ്പൻ ഭൂതം അല്പച്ചനാ? നമുക്ക് പേര് കേട്ടാൽ അറിയാൻ പാടില്ല. ഓൻ കലക്കും. ഒളിമ്പിക്സിൽ പങ്കെടുത്തിട്ടുണ്ടോ? നീ ആരാ? ഞാൻ കണാരൻ, ഇവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറിയാ. ആന്ത് സാധനോടാ? ശരിക്കും പറഞ്ഞ ചെത്തുകാരനാ. പിന്നെ കനാരട്ടൻ ഇംഗ്ലീഷിൽ പറഞ്ഞതായിരിക്കും. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവൂന്ന് വിചാരിച്ചല്ല. മരണത്തിന്റെ മറികടയിൽ ഇന്നലെ ഇങ്ങോട്ട് നീന്തി വന്ന മനുഷ്യനാ ഇവൻ. എന്നാ അങ്ങോട്ട് പോട്ടെ. മരണവും മറുപടിയൊക്കെ അവിടെ നിൽക്കട്ടെ. എനിക്ക് വിശക്കുന്നു. ഒരു കാര്യം ചെയ്യാം, ഇതിന് നിന്റെ വീട്ടിൽ എടുക്കാം. അത് കൊള്ളാം. അയ്യോ, ഇതാണോ മോനെ നിന്റെ കടം വീട്ടാമെന്ന തല്ലുകാരൻ? തല്ലുകാരനല്ല, ഭയൽവാൻ. ഭയൽവാൻ. അമ്മ ഈ പയൽമാൻ എന്ന് പറഞ്ഞ ഗുസ്തിക്കാരൻ ആണോ? മോനിരിക്കി. ആ ഇരുത്താൻ വരട്ടെ. ആദ്യം ഈ അപ്പച്ചുള്ള ഫുഡ് വരട്ടെ. അമ്മ ഫുഡ് എന്ന് പറഞ്ഞ ഭക്ഷണം. എന്താ മെനു കാർഡ് വേണോ? അയ്യോ, കാശൊന്നും വേണ്ട. എന്റെ ഗുസ്തിക്കാരൻ ഇച്ചിരി പഴങ്കഞ്ഞി കൊടുത്തു വെച്ച് കാശ് വാങ്ങുന്നത് ശരിയാണോ? പഴങ്കഞ്ഞ എന്റെ പട്ടി പിടിക്കും. എടുക്കട്ടെ അസിസ്റ്റന്റ്. ഞാൻ പോവാണ്. പഴങ്കഞ്ഞി കുടിക്കാം. വേണ്ട, നമുക്ക് ഹോട്ടലിൽ നല്ല ഫുഡ് കഴിക്കാം. എനിക്ക് ഹോമിലി ഫുഡാ ഇഷ്ടം. പക്ഷെ വേണ്ട, നല്ല ഫുഡ് ഞാൻ ഹോട്ടലിൽ വാങ്ങിത്തരാം. വേണ്ട, എനിക്ക് ഈ പഴങ്കഞ്ഞി മതി. ഇത് പഴയ പഴങ്കഞ്ഞിയാ. പഴങ്കഞ്ഞിന് പുതിയതുണ്ടാവോ? ഈ പഴങ്കഞ്ഞി ഗുസ്തിക്ക് നല്ലതാണ്. ഗുസ്തിക്ക് മാത്രമല്ല അസ്ഥിക്കും നല്ലതാണ്. അത് ഗുസ്തിക്ക് അസ്ഥിക്ക് നല്ല ഞാൻ ഹോട്ടലിൽ നിന്ന് വാങ്ങിത്തരാം. വേണ്ട, എനിക്ക് പഴങ്കഞ്ഞി മതി. എനിക്ക് മതി. ഈ പഴങ്കഞ്ഞി മതി. ഓന്റെ കൂടെ പോയി നല്ല കോഴി ബിരിയാണി കഴിക്കാം. ഇത് അപ്പച്ചൻ. ആരുടെ? ആരുടെയും അല്ല, പേരാ. ഓ, ഗുസ്തിക്കാരനാ. നീലകണ്ഠന്റെ കടം വീട്ടണം. എന്റെ മാനം കാക്കാൻ കൊണ്ടുവന്നതാ. ഈ ദേശക്കാരനല്ല, ചെങ്കോട്ടക്കാരനാ. കോട്ട ഇങ്ങോട്ടുണ്ടെന്ന് ഇവിടെ താമസിപ്പിക്കാൻ വേറെ എവിടെയും ഒരു സൗകര്യം ഇല്ല. ഇവിടെ ആവുമ്പോ നിങ്ങൾ രണ്ടുപേരല്ലേ ഉള്ളൂ. ഓടാനും ചാടാനും വ്യായാമത്തിനൊക്കെ സൗകര്യം ഉണ്ടല്ലോ. താൻ പറഞ്ഞാൽ എങ്ങനാ സമ്മതിക്കാണ്ടിരിക്കുക? എന്നാലും എന്റെ മകന്റെ അഭിപ്രായം കൂടി ഒന്ന് അറിയട്ടെ. ദുഷ്യന്താ, അച്ഛനെ വിളിച്ചോ? മോനെ, ഇത് അപ്പച്ചൻ ഫയൽമാനാ. ഇവിടെ എല്ലാം ഞാൻ കേട്ടച്ചാ. ഇവിടെ താമസിക്കുന്നതും വ്യായാമം ചെയ്യുന്നത് കൊള്ളാം, പക്ഷെ എന്റെ പഠിപ്പിനെ ബാധിക്കുന്നു. ഈ കാണുന്ന ശരീരം മാത്രമേ ഉള്ളൂ, കുഴപ്പക്കാരനല്ല.
ഫയൽവാൻ ഇലക്ട്രിക് എസ്തപ്പാന്റെ കൊച്ചുമോന ആണോ അദ്ദേഹത്തിന്റെ ഗുസ്തി ഞാൻ കണ്ടിട്ടുണ്ട്. എന്തൊരു ശരീരമായിരുന്നു. ശരീരമാദ്യം ഖലു ധർമ്മസാധനം എന്നല്ലേ? എന്റെ അപ്പൂപ്പനായതിൽ പറയല്ല, സാധനം നല്ല ഉരുപ്പിടിയായിരുന്നു. ജീവിതത്തിൽ രണ്ടേ പ്രാവശ്യം ഗോതയെ പിടിച്ചിട്ടുള്ളൂ, മൂന്നാമത്തിന് മറന്നുപോയി. ഇനി ആ പാരമ്പര്യം ഞാനായിട്ട് നിലനിർത്തിക്കൊള്ളാം. എന്താ മലക്കോ? അല്ല, മലർത്തും. ഇതൊരു സാധാരണ കുസ്തിക്കാരനല്ല, അല്പ സാഹിത്യവും സംസ്കൃതവും ഒക്കെ ഉണ്ട്. എനിക്ക് നല്ല കമ്പനി ആയിരിക്കും. അതാവുമ്പോ അച്ഛനും സന്തോഷവും. അല്ല, ഗുസ്തിക്ക് എന്തിനാ സാഹിത്യം? നീ പരിഹസിക്കണ്ട. ഫയൽമാൻ ആയതുകൊണ്ട് സാഹിത്യത്തിലും കലയിലും ഒന്നും ജ്ഞാനമില്ലാന്ന് ധരിക്കരുത്. 5 or 10 ദിവസം കൂടെ താമസിച്ചോട്ടെ. സ്വന്തം വീട് പോലെ കരുതിക്കോളൂ. അത് പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, ഓൾ ഇന്ത്യൻസ് ആർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്നാണല്ലോ. മാറി എടുക്കാനൊക്കെ വേറെ ഡ്രസ് കൊണ്ടുവന്നിട്ടില്ലേ? ഞാൻ ഉറങ്ങുമ്പോൾ ഒന്നും ഇടാറില്ല, മസിൽസിനൊക്കെ അത് കേടാ. പോട്ടെ. ആരാ മനസ്സിലായില്ല. മനസ്സിലാവില്ലെന്നറിയാം. 2 വർഷം പുറകിലേക്കൊന്ന് ചിന്തിച്ചേ. ചിന്തിച്ചു, എന്നിട്ട് മനസ്സിലാവില്ല. സഹകരണ ബാങ്കിലെ മാനേജർ ഓർമ്മയുണ്ടോ? രാമേന്ദ്രൻ നായര്, നല്ല പൊക്കവും തടിയുള്ള ആള്. ആ മാനേജറാണോ ഞാൻ? അയ്യോ, ഇതെന്ത് പറ്റി? എന്ത് പറ്റിയെന്നാ? 2 വർഷം മുമ്പ് നിനക്ക് ലോൺ വരുമ്പോഴേ ഇതുപോലെ 170 കിലോ ഉണ്ടായിരുന്ന ഞാൻ, നീ ലോൺ തിരിച്ചടയ്ക്കാത്തന്റെ ടെൻഷനില് ക്ഷീണിച്ച് ഇപ്പൊ 22.5 കിലോ ആയി. നിന്റെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും കണ്ടിട്ടാ ഞാൻ കാശ് തന്നത്. ആ പറഞ്ഞതിനൊന്നും ഇപ്പോഴും ഒരു കുറവില്ല. എനിക്ക് ഒരു അവധി കൂടി തരണം. ഇനി ഒരവധിയാ? ഒരവധി കൂടി താങ്ങാനുള്ള അവധി ഈ ശരീരത്തിനില്ല. ഈ 18-ാം തീയതി എന്റെ കടം വീട്ടാനുള്ള ഗുസ്തി മത്സരം നടക്കുക. ആ കാശ് കിട്ടുമ്പോ ഞാൻ ബാങ്കിൽ അടച്ചോളാം. അതുവരെ കാത്തിരിക്കാനൊന്നും പറ്റൂല. നാളെ തന്നെ പലിശ 6000 രൂപ അടച്ചില്ലെങ്കിലേ ഈ വീടും പറമ്പ് ജപ്തി ചെയ്യും. നാളെ തന്നെ ബാങ്കിലെ കാശ് അടക്കണമെങ്കിൽ ഞാൻ ഇന്ന് വേറൊരു ബാങ്കിൽ കയറേണ്ടി വരും. ലോൺ എടുക്കാനാണ്? മോഷ്ടിക്കാൻ. എന്നൊരു കള്ളനാക്കണോ? നീ എന്ത് പറഞ്ഞാലും ശരി, നാളെ തന്നെ കാശ് അടച്ചില്ലെങ്കിലേ ഉള്ള ഈ വീടും കൂടി പോകുന്നു ഓർത്തോ. പടം. എന്റെ ഭഗവതി, എന്തു പരീക്ഷണം ഇത്! കാശുണ്ടാക്കാനുള്ള ഒരു വഴി നീ കാണിച്ചു തന്നെ. വെച്ചിട്ട് ഒരു 6000 രൂപ തരണം. 6000 രൂപയോ? നീ എന്താ തമാശ പറയാ? അത്രയും കിട്ടിയില്ലെങ്കിൽ ഞാൻ കെട്ടിത്തൂങ്ങിച്ചാകും. ഉറപ്പാണോ? മുതലാളിയും ദൈ കിടക്കണ മരങ്ങളുമാണ് സത്യം.
എന്തായാലും ഈ കണ്ടീഷനിൽ നിന്നെ ചാകാൻ വിടാൻ പറ്റില്ല. കാശ് തരാന്ന് വെച്ചാ അതിനുണ്ട് ചില പ്രയാസങ്ങള്. കാശ് കിട്ടിയില്ലെങ്കിൽ എന്റെ ശവം അമ്പലക്കുളത്തിൽ പൊങ്ങും. അതെങ്ങനെയാടാ തൂങ്ങിച്ചത്തവന്റെ ശവം അമ്പലക്കുളത്തിൽ പൊങ്ങുന്നത്? മുതലാളി, ഈ കാശ് ബാങ്കിൽ അടക്കാനാ. അടച്ചില്ലെങ്കിൽ എന്റെ വീടും പറമ്പും ജപ്തി ചെയ്തു പോവും. സത്യാണോ നീ പറയണേ? എങ്കിൽ കാശ് തരാം. മുതലാളി തോട്ടുംകരയിലെ ദൈവ. ഇതാ സ്വർണം. അയ്യേ, എനിക്കിതൊന്നും വേണ്ട. എങ്കിൽ എനിക്ക് കാശും വേണ്ട. ഓഹോ, ഇതിപ്പോ വലിയ പുലിവാലായില്ലോ. എടാ നീല, ഈ സ്വർണ്ണപ്പണ്ടം വാങ്ങി കടം കൊടുക്കേണ്ട ഗതികേടൊന്നും എനിക്കില്ലാന്ന് നിനക്കറിയാലോ. അറിയാ മുതലാളി. മുതലാളി എനിക്ക് ഒത്തിരി കാശ് തന്നിട്ടുള്ളതല്ലേ. എന്റെ ഒരു മനസമാധാനത്തിന് വേണ്ടിയാ. ഇത് പിടിച്ചേ. ഗുസ്തി മത്സരം കഴിയുമ്പോൾ ഞാൻ എടുപ്പിച്ചോളാം. വിറ്റെന്നാണ് എനിക്ക് അറിയേണ്ടത്. പറയേ, അറിഞ്ഞാണ് ആർക്കാ കൊണ്ടേ കൊടുത്തത്? ഷാപ്പിലാണോ? അല്ല. പിന്നെ എവിടെ കൊണ്ടേ വിറ്റ് തൊളിച്ചു? വിറ്റിട്ടില്ല. സാവണി മുതലാളിക്ക് പണം വെച്ചിരിക്കുക. എനിക്കിന്റെ അറിഞ്ഞാൽ ഇപ്പൊ കിട്ടണം. അത് നടക്കില്ല സാവിത്രി. എന്തുകൊണ്ട്? ആ കാശ് ബാങ്കിൽ അടച്ചു. ബാങ്കിലോ? ബാങ്കിൽ അടച്ചില്ലെങ്കിൽ ഇന്ന് ഈ വീട് ജപ്തി ചെയ്യുമെന്ന് പറഞ്ഞു. ഓഹോ, അപ്പൊ വീട് പണയം വെച്ച് നിങ്ങൾ കടം വാങ്ങിച്ചല്ലേ? ഗതികേടിന്റെ നേരത്ത്. ഇനി ഗതികേട് വരുമ്പോ എന്നെ നിങ്ങൾ പണയം വെക്കും. ഇങ്ങനെ ചങ്കി കൊള്ളണ വർത്താനം പറയല്ലേ സാവിത്രി. അരഞ്ഞാണ് പണയം വെച്ചപ്പോ എന്നെ പണയം വെച്ചതിന് തുല്യം. അരഞ്ഞാണത്തിന്റെ ബല നിങ്ങൾക്കറിയില്ല സാവിത്രി. വേണ്ട, ഒന്നും പറയണ്ട. എനിക്ക് നിങ്ങളെ കാണാൻ വേണ്ട. കണ്ടു കണ്ടു കണ്ടില്ല, കേട്ടു കേട്ടു കേട്ടില്ല. കൊച്ചു പൂമ്പൊടിയായി പൂമഴയായി പൊന്നോമനക്കിന്നാരം. അയൽവാദി ബോഡിയല്ല. ഞാൻ തൊട്ടു. എടി നീല ഞാനുണ്ടല്ലോ. ഇനി നീ എങ്ങോട്ട് ഓരോടി പറ. അങ്ങനെ പോയാലും സമയത്ത് ഞാൻ അവിടെ എത്തിയതുകൊണ്ട് ഒന്നും സംഭവിച്ചില്ല. ഈശ്വരാധീനം. ഇതിൽ കൂടുതൽ ഇനി എന്താ സംഭവിക്കാനുള്ളത് മാഷേ? ഒന്നും സംഭവിച്ചില്ല അത്രേ. ഉണ്ണി വന്നത് വന്നു. ഇനി ടെൻഷൻ അടിച്ച് രക്തസമ്മർദ്ദം കൂട്ടണ്ട. മാഷക്ക് നിസാരായിരിക്കും, എനിക്ക് അങ്ങനെയല്ല. എന്റെ മോൾക്കാ ഇത് പറ്റിയത്, അറിയോ? തന്റെ മോൾ എന്റെയും മോള് തന്നെയല്ലേ. എന്താ ഉണ്ണി ഇങ്ങനെ പറയുന്നത്? അങ്ങനെ കരുതിയോണ്ടാ ഇങ്ങനെയൊക്കെ ഉണ്ടായേ. കുറ്റം തന്റെ ഭാഗത്തുമുണ്ട്. ഗുസ്തിക്കാരനെന്നും പറഞ്ഞ് എവിടെയോ കിടന്ന ഒരു കള്ളനെയല്ലേ താൻ എന്റെ വീട്ടിൽ കൊണ്ട് പാർപ്പിച്ചത്? താൻ എന്റെ വായിലിരിക്കുന്നത് കേൾക്കണ്ടോ? സരോജിനിയമ്മേ, ഇയാളെ പറഞ്ഞു മനസ്സിലാക്കൂ. അതെ, മിണ്ടണ്ട. ഒരു മൂലയിൽ അനങ്ങാതിരുന്നാ മതി. അതെ. എന്റെ മോൻ ഒരുത്തന ഇതിനൊക്കെ കാരണം. നമ്മുടെ മോളും കുറ്റക്കാരിയാ. ഓടി അപ്പുറത്ത് ഒറ്റ ചവിട്ട് വെച്ചെന്നാലുണ്ടല്ലോ. അച്ചുമാഷെ ദുഷ്യന്റെ കവലെ കിടന്ന് അടിയുണ്ടാക്കുന്നു. Oh!
ഫയൽമാനായത്? ഒരബദ്ധം പറ്റിപ്പോകാൻ ആശാനെ മാപ്പാക്കണം. നിനക്ക് ഞാൻ മാപ്പ് തരണം. നീലാണ്ടന്റെ വീട്ടിൽ വെച്ച് സാവിത്രി കണ്ടപ്പോൾ ഫയൽമാന്റെ മുഖം നീ ശ്രദ്ധിച്ചോളാ. ഫയൽമാന്റെ മോന്റെ അല്ല നമ്മൾ ശ്രദ്ധിച്ചത്, സാവിത്രിന്റെ മോന്റെയാണ്. ഫയൽമാനെ കണ്ടപ്പോ ഓളുടെ മുഖം ബലത് ബലത്തെ നമ്മ കണ്ടല്ലേ. സാവിത്രിയെ കണ്ടാ ഞെട്ടാത്തവൻ ആരാ ഉള്ളത്? ആർഷഭാരത സംസ്കാരത്തെ തുരകം വെച്ചുള്ള വർത്താനം പറയല്ലേ ശങ്കര. ആണും പെണ്ണ് ലൈൻ അടിക്കുന്നത് ആശ്രമാത്ത എന്നാ കാര്യം? ഈ കണാരേട്ടന് ലൈനോടിയുടെ വിചാരം മാത്രമേ ഉള്ളൂ. കൂടുന്നു ആ കണാരേട്ടന് ആകെ ലേനയുള്ളെന്ന് ഇവിടെ എല്ലാവർക്കും നന്നായിട്ട് അറിയാം. എന്റെ സംശയം ഇപ്പോ ഫയൽമാനും സാവിത്രിയും തമ്മിൽ എന്തെങ്കിലും. നമുക്ക് ഫയൽമാനോട് നേരിട്ട് ചോദിച്ചാലോ? എന്നിട്ട് വേണം ഫയൽമാന്റെ വെയിറ്റ് ഉള്ള ഇടിയും കൊണ്ട് വാങ്ങിക്കാൻ. ഒട്ടുംകരക്കാരി പെണ്ണുങ്ങൾക്ക് ഇത്ര ചന്തം കൊടുത്തവർ ആരാടാ? എല്ലാവർക്കും ഉണ്ടല്ലോ, അല്ല എല്ലാരും ഉണ്ടല്ലോ. ഒത്തുപിടിച്ചാ മലയും പോരുമെന്നാണല്ലോ. 1 മണിക്കൂർ കൊണ്ടാ എന്റെ ശരിയാക്കിയത്. ഒരു സൗകര്യമൊക്കെ ഒന്ന് മതിയല്ലോ. ഓഹോ, ഇത് തന്നെ ധാരാളം. ഒരു സംശയം ഉണ്ടായിരുന്നു. എന്ത് സംശയമാണെങ്കിലും ചോദിക്കാം, പക്ഷെ ഗുസ്തിയെ കുറിച്ച് മാത്രമായിരിക്കണം. ഇത് ഗുസ്തിന്റെ കാര്യമല്ല, പിന്നെ ഞങ്ങൾക്ക് അറിയേണ്ട സാവിത്രിന്റെ. സാവിത്രിയുടെ അല്ല, ഫയൽമാനും സാവിത്രിയും തമ്മില് നിർത്തണം. കുറെ നേരായാലും നീ തുടങ്ങിയിട്ട് എന്താണ് നിന്റെ സംശയം? ഒന്നുമില്ല. നിനക്ക് സംശയം? അത് പിന്നെ ഈ ഗുസ്തി എപ്പം തുടങ്ങുമെന്ന് പറഞ്ഞ ദിവസം പറഞ്ഞ സമയത്ത് തുടങ്ങിയിരിക്കും. അതിനു മുമ്പ് തന്റെ ഒരു വക സംശയം ചോദിക്കാനില്ല. തന്റെ ദേഹത്തെ ഞാൻ കുത്തി മാറ്റി ചെയ്യും. എല്ലാവരും പോയി. മത്സരം കഴിയുന്നവരെ ഈ സഖാവ് ഫയൽമാ സഖാവിന്റെ ഒപ്പം ഉണ്ടാവും. എന്ത് വേണമെങ്കിൽ ചോദിക്കാം. എങ്കിൽ നാളെ വരുമ്പോ കണ്ണു പോവാത്ത ഒരു കൂടം കള്ള്. അല്ല, ഈ നാട്ടുകാര് പറയുന്നൊന്നും ഫയൽമാൻ കാര്യാക്കണ്ട. നാട്ടുകാർ എന്തു പറഞ്ഞു? അല്ല, ഈ സാവിത്രിയായിട്ട് സാവിത്രിയുടെ